ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത നിത്യ രാജത്വം സ്ഥാപിക്കും. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഏത് രാജാക്കന്മാരുടെ കാലത്ത്? 6 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതും ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ലോകഭരണത്തെ കുറിച്ചും ദാനിയേൽ പ്രവാചകൻ താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ്, സ്വർഗത്തിലെ ദൈവം ദാനിയേലിന്റെ ദർശനങ്ങൾ കൂടി വെളിപ്പെടുത്തി ലോകത്തിന്റെ ഭാവിയെ കുറിച്ച്. അപ്പോൾ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. നെബൂഖദ്നേസരുടെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ, അതായത് ഇസ്രായേലിൽ നിന്ന് അടിമകളായി കൊണ്ടുപോകപ്പെട്ട കൂട്ടരിൽ പെട്ടവനാണ് ദാനിയേൽ. അടിമകളായി കൊണ്ടുപോകപ്പെട്ടവരില് അങ്ങനെ 70 വർഷം പ്രവാസകാലങ്ങളിൽ അവരായിരുന്നു. ആ കാലങ്ങളില് ദാനിയേൽ എന്ന ദീർഘദൃഷ്ടി, ദാനിയേൽ എന്ന പ്രവാചകൻ, ദാനിയേൽ എന്ന അത് മന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ അവൻ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നവനായിരുന്നു, അല്ലെ? പ്രധാനമന്ത്രി എന്നൊരു സ്ഥാനത്തിന് തുല്യനായിരുന്നു. അങ്ങനെ ആ ബാബേൽ രാജാവിന്റെ പ്രധാനപ്പെട്ട കാര്യവിചാരകനായിരുന്നു ആര്? ദാനിയേൽ. അപ്പോൾ ബാബേൽ രാജാവിന്റെ ആ വാക്യം 1 വായിച്ച്. അപ്പോൾ അവൻ എത്രാമത്തെ വാഴ്ചയുടെ ആണ്ടിലാണ്? വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട അവൻ ജാതിയിലാണ്. അവന്റെ മനസ്സെന്ത് ചെയ്തു? വ്യാകുലപ്പെട്ടു. വളരെ സ്വപ്നം കണ്ടിട്ട് വ്യാകുലപ്പെട്ടു. എന്നിട്ട് അവന് ഉറക്കമില്ലാതെയായി. സാധാരണ ആളുകൾ സ്വപ്നം കണ്ടത് മറന്നു പോകും, ചില ആളുകളെ ഉള്ളിൽ പതിയും. പക്ഷെ ഉറക്കമില്ലാതെ, ഉറക്കം കിടത്തുന്ന ഒരു സ്വപ്നമായിരുന്നു അത്. ഒരു ജാതീയ രാജാവിന്റെ ഉറക്കം കിടത്തുന്ന ഒരു സ്വപ്നം വ്യക്തമായി കണ്ടു. പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. പലവിധ വിചാരങ്ങൾ തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് അവന് ഉറക്കം നഷ്ടപ്പെട്ടു. എന്നിട്ടോ അപ്പൊ രാജാവ് ഈ സ്വപ്നത്തെ കുറിച്ച് പറയുവാൻ മന്ത്രവാദികള്, ശകുനവാദികള്, ആ ദേശത്തുള്ള ശൂദ്രക്കാര്, അങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആത്മീയവാദികൾ, അവരെല്ലാം അത് ഏത് രാജ്യമാണ്? ബാബേൽ രാജ്യം എന്ന് പറഞ്ഞാൽ ജാതീയ രാജ്യം. അവിടെ പ്രശ്നക്കാരും, മുഖത്തക്കാരും, മന്ത്രവാദികളും, അഭിചാരകരും, അത് ശകുനവാദികളും, ലക്ഷണവാദികളും, ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടമാണ് അവിടെ ഉള്ളത്. അവരെല്ലാം വിളിച്ചു ഈ സ്വപ്നത്തെ കുറിച്ച് അറിയിപ്പാൻ പരവാദികൾ അവരെല്ലാം വിളിച്ചു. എന്നിട്ട് അവരെല്ലാം രാജസഭയിൽ നിന്നു. രാജാവ് അവരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടു, അവന്റെ മനസ്സിന് വേദനയായി. പക്ഷെ സ്വപ്നം രാജാവ് ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്വപ്നം ഓർക്കുന്നുണ്ടായിട്ട് മനഃപ്പുറം പറഞ്ഞാണെന്ന് അറിയില്ല, അത് ഓർക്കാത്തതെന്ന് അറിഞ്ഞില്ല. പക്ഷെ അവന്റെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു അത്. സ്വപ്നം ഓർക്കാഞ്ഞിട്ട് ആ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ പറയണം, അതിന്റെ അർത്ഥവും പറയണം. അപ്പോൾ അവര് പറഞ്ഞ സ്വപ്നം, രാജാവെ സ്വപ്നം പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? അർത്ഥം പറയാം. സ്വപ്നങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങൾ അർത്ഥം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇത് രാജാവിന് ഇഷ്ടമായോ? അയക്കാം. അപ്പൊ രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് പറഞ്ഞ എന്താ?
ഈ മന്ത്രവാദികളോടെല്ലാം പറഞ്ഞു, വിധി കൽപ്പിച്ചു, ഈ സ്വപ്നവും നിങ്ങൾ അറിയിക്കണം, അതിന്റെ അർത്ഥം അറിയിക്കണം. അറിയിക്കാതിരുന്നാൽ രാജകൽപ്പന എന്താണ്? ഇവരെ കഷ്ണം കഷ്ണമായി മുറിക്കും. രാജകൽപ്പന പുറപ്പെട്ടുപോയി. ഇപ്പോൾ ആര് കഷ്ടത്തിലായി? മന്ത്രവാദികളും ശകുനവാദികളും ഈ വകക്കാരെല്ലാം കഷ്ടത്തിലായി, അവർ വിഷമവൃത്തത്തിലായി. എന്നിട്ട് അറിയിച്ചില്ലെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് കൊന്നുകളയും, പിന്നെ മുറിച്ച് കൊന്നുകളയും. അറിയിച്ച സമ്മാനങ്ങളും പാരിതോഷികളും എല്ലാം കിട്ടും. എന്നിട്ട് അറിയിപ്പിൻ. അവർ പിന്നെ പറഞ്ഞു, സ്വപ്നം രാജാവേ, സ്വപ്നം ഒന്ന് പറയേ, ഞാൻ അർത്ഥം പറയാം, ഞങ്ങൾക്ക് സ്വപ്നം പറഞ്ഞ അർത്ഥം പറയാന്ന് അവരിൽ നിന്ന് പറയാ. എന്നിട്ട് രാജാവ് പറഞ്ഞു, സ്വപ്നം അറിയിക്കാഞ്ഞാൽ ഒരു വിധി മാത്രമല്ല. എന്താ വിധി? കഷ്ണം കണ്ടായിട്ട് മുറിച്ച് കൊന്നുകളയും. അതുകൊണ്ട് നിങ്ങളുടെ വ്യാജങ്ങളും പൊളിവാക്കുകളും എന്റെ മുമ്പിൽ ഇനി നടപ്പില്ല. അപ്പൊ ആമേൻ. ജാതീയ രാജാവായ നെബൂഖദ്നേസറിന് എന്തൊക്കെയോ ഒരു ഇടപെടൽ നടത്തിയാണ്. എന്തെല്ലാം ഒരു ഇടപെടൽ നടക്കാൻ രാജാവ് പറയാ, സ്വപ്നം കാണിച്ചു, സ്വപ്നം കണ്ടു, പക്ഷേ അതെന്തൊന്നും മനസ്സിലാവുന്നില്ല. ഇത് അറിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രവാദങ്ങളും നിങ്ങളുടെ ആഭിചാരങ്ങളും നിങ്ങളുടെ ലക്ഷണവിധികളെല്ലാം വ്യാജമാണെന്ന് എന്ത് ചെയ്യും? മനസ്സിലാകും. അതുകൊണ്ട് വേഗം അറിയിക്കാൻ പറഞ്ഞു. നിങ്ങൾ താമസിപ്പിക്കാനും നിൽക്കണ്ട, വേഗം അറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവര് പറഞ്ഞല്ല, രാജാവ് പറഞ്ഞ കാര്യം ഭയങ്കര വിഷമം. രാജാവല്ല സ്വപ്നം കണ്ടത്, വേറെ ആരെങ്കിലും. ഇങ്ങനെ രാജാവ് കണ്ട സ്വപ്നത്തെ അറിയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ പോലും ഭൂമിയിലില്ല എന്ന് അവരങ്ങ് പറയാ. എന്നിട്ട് രാജാവ് ചോദിച്ചതാണ് തെറ്റ്, അവര് പറയാത്തതല്ല. ഇപ്പൊ രാജാവ് ചോദിച്ചത് തെറ്റായി. ഏത് മഹാനും ബലവാനായ രാജാവ് ഇങ്ങനെയൊന്നും ചോദിക്കുകയല്ല. അതുകൊണ്ട് രാജാവ് വേഗം സ്വപ്നം പറയാ, അർത്ഥം ഞങ്ങൾ പറയാന്ന് പറയാം. അപ്പോൾ അപ്പൊ അവര് പറയുന്നത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് അത് കഴിയല്ല. ജഡവാസം ഇല്ലാത്ത ആത്മാവിനോ ദൂതന്മാർക്കോ ദേവന്മാർക്കോ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ജഡത്തിൽ വസിക്കുന്ന, ശരീരത്തിൽ വസിക്കുന്ന ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കേട്ടവ രാജാവിനെ ദേഷ്യം തോന്നി. രാജാവിനെ തമ്മിലുള്ള വാക്ക് വിശ്വാസമായില്ല. രാജാവ് പറഞ്ഞു, ഒരു രാജകൽപ്പന വിളംബരം പുറപ്പെടുവിക്കാൻ. എന്താണ് രാജാവ് പറഞ്ഞു? ബാബേലിലെ സകല വിദ്വാന്മാരെ എല്ലാവരും എന്തുണ്ട് കൂട്ടിവരുത്തുക, എന്നിട്ട് അവരോട് വിളംബരം അറിയിക്കാൻ രാജാവ് പറയാം. ഇവരെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ സ്വപ്നം അറിയിക്കാത്ത മുഖാന്തരം, അർത്ഥം അറിയിക്കാൻ മുഖാന്തരം ഇവരെല്ലാം കൊല്ലുവാനുള്ള ഒരു കൽപ്പന പുറപ്പെടുകയാണ്. അപ്പോൾ ഇവര് ദാനിയേലിനെ കണ്ടേക്കണ എന്താ? ഈ മന്ത്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, അങ്ങനെ ഒരാള് എന്ന രീതിയിലൊക്കെയാണ് അവര് കണ്ടേക്കണേ. അവരോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടുകൂടി ഉത്തരം പറഞ്ഞു. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ ജനാധിപതിയായ
അദ്യോക്തിനോട് ചോദിച്ചു. രാജാവിന്റെ സേനാധിപതി ചോദിച്ചു. അവരെല്ലാം കണ്ട് ഇവരെ പിടിച്ചുകൊണ്ട് വന്ന് കൊല ചെയ്യാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വരാൻ നിൽക്കുകയാണ്. അപ്പൊ ദാനിയേല് വളരെ വിവേകത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു കൽപ്പന, ഈ ആളുകളെ ഇങ്ങനെ കൊന്നുകളയുക, ദർശനക്കാരെ കൊന്നുകളയുക, എന്താ കാരണം എന്ന് ദാനിയേൽ ചോദിക്കുകയാണ്. അര്യോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്തുനിന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്ന് ഞാൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്ന് ബോധിപ്പിച്ചു. ദാനിയേൽ ധൈര്യശാലിയായി. ബാക്കി എല്ലാവരും പേടിച്ചൊളിച്ച് അവര് പറഞ്ഞു, ജനവാസമുള്ളവർക്ക് കഴിയത്തില്ല, ദേവന്മാർക്ക് വല്ലതും കഴിയത്തുള്ളൂ, ഭൂമിയിലെ രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം ഒഴിഞ്ഞ് ബലഹീനരായി പേടിച്ച് വരച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന ദൈവവശം പറയാ, രാജാവ് ഇതിന്റെ ആ സ്വപ്നം ഞാൻ അറിയിക്കാം, എനിക്ക് കുറച്ച് സമയം വേണം. എന്നിട്ട് ദാനിയേലിന്റെ ഉറപ്പെന്താണ്? അവൻ വേഗം വീട്ടിൽ വന്ന് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്. അതാണ് ദാനിയേലിന്റെ ഉറപ്പ്. ബാക്കിയുള്ളവരെല്ലാം, മന്ത്രവാദികളെല്ലാം അവരുടെ ദേവന്മാരോട് ചോദിക്കാൻ കഴിവില്ലാതെ, അല്ല ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടാതെ കിടക്കുമ്പോൾ, പ്രാഗൽഭ്യമില്ലാത്തവരായിരിക്കുമ്പോൾ ദാനിയേല് സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ചെയ്യുന്നു. അവൾ ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവം ആരാണെന്ന് രാജാക്കന്മാരെ വാഴിക്കുന്നു, നീക്കുന്നു, കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു, സംസാരിക്കുന്നു. ദൈവത്തിന് കഴിയും 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 എന്ന് ആര് പറയാണ്? ദാനിയേൽ പറയാണ്. എന്നിട്ട് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ മുമ്പില് ഈ രാജാവിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം എന്തുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ദാനിയേൽ അറിയിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ദാനിയേൽ ഇങ്ങനെ ചിന്തിച്ചില്ല, മന്ത്രവാദികളെ കൊന്നു കളഞ്ഞോട്ടെ, ശകുനവാദികളെ കൊന്നു കളഞ്ഞോട്ടെ, താൻ മാത്രം രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കാതെ അവൻ എന്ത് ചെയ്യാണ്? സേനാധിപതിയായ അര്യോക്കിനോട് പറഞ്ഞു, ആരെയും കൊന്നു കളയരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുവരണം, കൊണ്ടുചെല്ലണം. എന്നിട്ട് രാജാവ് ഇങ്ങനെ ഒരു മനുഷ്യനെയും, രാജാവ് പ്രതീക്ഷിച്ച ആളുകളൊന്നും കണ്ടില്ല അല്ലെ. രാജാവ് എന്ത് കാര്യങ്ങളും ചിലത് ആശ്രയിക്കുന്ന മന്ത്രവാദികളെ, ശകുനവാദികളെ, അവരെല്ലാം പേടിച്ച് ഒളിച്ചു പോയപ്പോൾ ഇതാ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇരിക്കുന്ന ദാനിയേലിനെ അവൻ എന്ത് ചെയ്തു? നിനക്ക് ഇതിന്റെ അർത്ഥം അറിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദാനിയേൽ പറയുന്നത് എന്താ? ദാനിയേൽ പറഞ്ഞു, രാജാവേ, നീ ചോദിച്ച കാര്യങ്ങൾക്ക് ഇവരെല്ലാം അല്പം എന്നുണ്ട്, ഇവരെല്ലാം വ്യാജമാണ്, കപടമാണ്. ഇവരക്കാർക്ക്, മന്ത്രവാദികൾക്ക്, ശകുനവാദികൾക്കോ പ്രശ്നക്കാർക്കോ ഒന്നും ഇത് വെളിപ്പെടത്തില്ല, അവരെക്കൊന്നും മനസ്സിലാകത്തില്ല. അവരിലിരിക്കുന്ന ഒരു ആത്മാവിന് അവരുടെ ദേവന്മാർക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് രാജാവ് കണ്ടിരിക്കുന്ന സ്വപ്നം, അത് അങ്ങേ അറിയിച്ചിരിക്കുകയാണ്. എന്നിട്ട്
വിചാരം പടിമേൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നു. രാജാവ് പല കാര്യങ്ങൾ ഉറച്ചിങ്ങനെ ചിന്തിച്ചു. പക്ഷെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം രാജാവിന്റെ ചിന്തകൾ കണ്ടിട്ട് അവനോട് ആലങ്കാരികമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് എനിക്കോ ജീവനിരിക്കുന്ന യാതൊരുത്തരും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ് കൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയത്. രാജാവിന്റെ രഹസ്യം എന്റെ കഴിവുകൊണ്ട് എന്റെ ജ്ഞാനം കൊണ്ടല്ല, പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് രാജാവെ ഞാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? രാജാവെ വലിയൊരു ബിംബം രാജാവ് കണ്ടിട്ടുണ്ട്, വലിയൊരു ബിംബം. അപ്പൊ രാജാവിന് ഇങ്ങനെ ഓർമ്മ വരിക, വിശ്വാസം വരിക, ഓർമ്മ വരിക. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. അത് പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു ബിംബമായിരുന്നു. പ്രകാശമുണ്ട്, അതുപോലെ തന്നെ വലിയ ബിംബമാണ്. ആ രാജാവിന്റെ മുമ്പിൽ വന്നു നിന്നു. അതിന്റെ തല എന്താണ്? തങ്കം കൊണ്ടുള്ള ഒരു തലയാണ്. എന്നിട്ട് നെഞ്ചും കയ്യും വെള്ളി കൊണ്ടുള്ളതാണ്. വയറും അരയും താമ്രം കൊണ്ടുള്ളതാണ്. കാല് ഇരുമ്പ് കൊണ്ടും, കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും. അപ്പൊ 5 തരത്തിൽപ്പെട്ടതായ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. തല തങ്കം, അതുപോലെ നെഞ്ചും കയ്യും വെള്ളി, വയറും അരയും താമ്രം, തുട ഇരുമ്പ്, കാൽ പാദങ്ങള് കാലിന്റെ പാതി രണ്ടെണ്ണം തുടക്കി മുട്ടിന് താഴെയുള്ള ഭാഗം എന്തുണ്ട്? പാതി ഇരുമ്പ് പാതി കളിമണ്ണ് ഇടകലർന്നാണ് അങ്ങനത്തെ ഒരു മിശ്രണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാമ്രാജ്യങ്ങളെ കുറിച്ച് ആര് കണ്ടത്? ദാനിയേൽ പ്രവാചകൻ അതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ആര് കണ്ടിരിക്കുന്നത്? നെബൂഖദ്നേസർ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ കുറിച്ച് ദാനിയേൽ പറഞ്ഞപ്പോ തന്നെ നെബൂഖദ്നേസറിന് വിശ്വാസം വന്നു. കണ്ടോ? രാജാവ് ഇങ്ങനെ ഒരു ബിംബത്തെ രാജാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ കൈ തൊടാതെ കല്ല് പറഞ്ഞു വന്നിട്ട് അവ ഏറ്റവും കാലിൽ ഒരു കല്ല് വന്ന് അടിക്കുകയാണ്. ആ കാല് അടിച്ച് തകർത്ത ബിംബത്തെ വീഴ്ത്തി കളയാണ്. എന്നിട്ട് അതെല്ലാം ആ ബിംബം വീണ് എല്ലാം തകർന്നു പോവുകയാണ്. എന്നിട്ട് പതിര് പോലെ ആയി, പതിര പോലെ ചെതറിപ്പോയി. കാറ്റ് പറപ്പിച്ചിട്ട് പോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെ നിറഞ്ഞൊരു വല്ലാത്ത സ്വപ്നമാണ് കണ്ടത്. അപ്പോൾ ഇതാണ് രാജാവെ കണ്ട സ്വപ്നം കേട്ടപ്പോൾ തന്നെ രാജാവിന്റെ മനസ്സ് നിറഞ്ഞു. താൻ കണ്ട അതേ സ്വപ്നം ഇതാ ഇപ്പൊ തന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ. മന്ത്രവാദികൾക്ക്, ശകുനവാദികൾക്കും ആഭിചാരങ്ങൾക്കും ഒന്നും വെളിപ്പെടാതെ അവരെല്ലാം പരാജയപ്പെട്ടിരിക്കുമ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യൻ, സാധാരണക്കാരെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് രാജാവേ ഇതാണ് സ്വപ്നം, ഇനി അർത്ഥം അറിയിക്കാം. രാജാവെ ശക്തിയും മഹത്വം എല്ലാം അംഗീകരിക്കുള്ളത്. എന്നിട്ട് പൊന്നുകൊണ്ടുള്ള, അപ്പോൾ അതിനെ 5 ഭാഗമാക്കി മാറ്റുകയാണ്. അതെ, ആ സ്വപ്നത്തിൽ 5 തരം ലോകങ്ങളാണ്. 1 തല, 2 നെഞ്ചും കയ്യും, 3 വയറും അരയും, 4 തൊട ഇരുമ്പ്, കാൽ പാതി ഇരുമ്പ് പാതി കളിമണ്ണ്. അപ്പൊ 5 തരത്തിൽപ്പെട്ടാണ്. അപ്പൊ രാജാവ് പൊന്നുകൊണ്ടുള്ള തല അങ്ങാണ് തിരുമനസ്. അപ്പൊ തിരുമനസ്സിന്റെ കാലഘട്ടം കഴിയുമ്പോൾ
വേറൊരു രാജ്യത്വം ഉണ്ടാകും. ആ രാജ്യത്വം എന്ന തിരുമനസ്സിനേക്കാൾ താണതായ ഒരു രാജ്യത്വം. സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി ആ. താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം മൂന്നാമതൊരു സാമ്രാജ്യം എന്ന സർവഭൂമിയിലും വാഴുന്നതായ താമ്രം അല്ലെ, പിച്ചള, താമ്രം കൊണ്ടുള്ള ഒരു സാമ്രാജ്യം. അത് എന്തിനേക്കാളും വില കുറഞ്ഞതാണ്? വെള്ളിയേക്കാളും വില കുറഞ്ഞതാണ്. നാലാമത്തെ രാജ്യത്തെ ഇരുമ്പ് പോലെ നാലാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് താമ്രത്തെക്കാളും വില കുറഞ്ഞാണ് ഇരുമ്പ്. ബലമുള്ളതാണ്. ഇരുമ്പ് പോലത്തെ സാമ്രാജ്യം. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്ന, ഞെരുക്കി കളയുന്ന, തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവരെയും പിടിച്ചു തകർക്കുക. അഞ്ചാമത്തെ സാമ്രാജ്യം ഏത്? ഇരുമ്പും കളിമണ്ണും തമ്മിലുള്ള ചേരാതിരിക്കുന്നത്. അതായത് ഇരുമ്പ് കളിമണ്ണ് തമ്മിൽ ലയിക്കുമോ? ഇല്ല. അതുപോലെ ഒരു ഭിന്ന രാജ്യത്വം ആയിരിക്കും. കുറെ രാജ്യങ്ങളും ബലം ഉണ്ടായിരിക്കും. കുറെ ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. അവർ മനുഷ്യരിലെത്താൻ അതിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നതുപോലെ അവർ തമ്മിൽ ചേരുകയില്ല. തമ്മിൽ ചേരാത്തൊരു ഭരണം. അപ്പോൾ ഇവിടെ തല തങ്കം കൊണ്ടുള്ളത്. തങ്കം ഏതാണ്? തിരുമനസ്. ഏത്? ബാബിലോൺ സാമ്രാജ്യം. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അല്ലെ ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ ശേഷം അടുത്ത രണ്ടാമത്തെ നെഞ്ചും കയ്യുമാകുന്ന സാമ്രാജ്യം മുന്നിലേക്ക് വന്നു. ഏത് സാമ്രാജ്യമാണ്? മേദ്യ പാഴ്സ്യ. അപ്പോൾ രണ്ട് കയ്യ്, നെഞ്ച് രണ്ട് കൈ ഇരിക്കുന്ന പോലെ മേദിനും പാഴ്സ്യനും. അതിനുശേഷം മൂന്നാമതൊരു സാമ്രാജ്യം വന്നു. ആ സാമ്രാജ്യമാണ് വയറുമറയിൽ. ഏത്? ഭൂലോകത്ത് മുഴുവൻ വാഴുന്നതായ സാമ്രാജ്യം. ഏത് സാമ്രാജ്യമാണ്? മഹാനായ അലക്സാണ്ടറിന്റെ ഗ്രീസ് സാമ്രാജ്യം. അതിനുശേഷം ഗ്രീസ് അലക്സാണ്ടർ കാലഘട്ടം കഴിഞ്ഞ എത്ര വയസ്സ് തിരിച്ചു? 33 വയസ്സ് അല്ലെ. അതുവരെ അതിനുശേഷമുള്ള സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. ഇരുമ്പ് പോലത്തെ ബലമുള്ള റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യം എന്തായി മാറി? രണ്ടായിട്ട് തിരിഞ്ഞു. ഏത്? പാശ്ചാത്യ റോമാ സാമ്രാജ്യവും പൗരസ്യ എന്ന് പറയുന്നത് കിഴക്കൻ റോമാ സാമ്രാജ്യവും പടിഞ്ഞാറ് റോമാ സാമ്രാജ്യവും. രണ്ട് കാലം, ഒരു വ്യക്തിക്ക് രണ്ട് കാലം പോലെ പാശ്ചാത്യ റോമാ സാമ്രാജ്യവും പൗരസ്ത്യ റോമാ സാമ്രാജ്യമായിട്ട് രണ്ടായിട്ട് പിരിക്കുകയാണ്. ഈ റോമാ സാമ്രാജ്യം യേശുവിന്റെ കാലത്ത് ഏത് സാമ്രാജ്യമായിരുന്നു? റോമാ സാമ്രാജ്യം. യേശുവിന്റെ കാലഘട്ടത്തില് റോമാ സാമ്രാജ്യം ഒരു രാജഭരണമായിരുന്നു അല്ലെ. അന്നത്തെ യേശുവിന്റെ കാലത്ത് ഭരിച്ചിരുന്ന രാജാവിന്റെ പേര് കൈസർ. റോമാ സാമ്രാജ്യം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലൊക്കെ റോമാ സാമ്രാജ്യമായിരുന്നു അല്ലെ. റോമാ സാമ്രാജ്യം ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ റോമാ സാമ്രാജ്യ പാശ്ചാത്യ പൗരസ്ത്യ കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഭൂമിയിൽ എന്ത് വന്നു? രാജഭരണം മാറി. ജനത്തിൽ എളിയവർ എവിടേക്ക് വന്നു? രാജസ്ഥാനത്തേക്ക് വന്നു. അതേതാണ്? ജനാധിപത്യത്തിന്റെ പ്രത്യേകത ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഇടകലർന്നിരിക്കുന്ന പോലെ ഇടകലർന്നൊരു ഭിന്ന രാജ്യത്വമാണ് ജനാധിപത്യം അല്ലേ. ജനാധിപത്യത്തിൽ എന്തുണ്ട്? പല വിധമായി പാർട്ടിക്കാരുണ്ട്. പല പാർട്ടിക്കാരുണ്ട്. എല്ലാവരും രാജകുലത്തിൽപ്പെട്ടവരാണോ? അല്ല. ജനത്തിൽ എളിയവർ മുതൽ വലിയവർ വരെയുണ്ട്. അവരെന്തുണ്ട്? മനുഷ്യൻ അങ്ങോട്ട് തന്നെ ഇടകലർന്നിരിക്കെങ്കിലും അവരെന്താണ്? ഭിന്നതയാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികളാണ്, എത്രയൊക്കെയും പാർട്ടിക്കാരാണ് അല്ലെ. അവര് തമ്മിൽ എന്തുണ്ട്? ഭിന്നിച്ചിരിക്കുന്ന ഒരു സാമ്രാജ്യം. അപ്പൊ എത്ര സാമ്രാജ്യമായി? 5 അല്ലെ. 1 തല, 2 നെഞ്ച് കയ്യും, 3 വയറുമറയും, 4 കാല്,
5 കാൽപാതി 5 അല്ലേ? 5 സാമ്രാജ്യം, അതായത് റോമ സാമ്രാജ്യം, പിന്നെ മേദ്യ പേർഷ്യ സാമ്രാജ്യം, മൂന്നാമത് ഗ്രീസ് സാമ്രാജ്യം, നാലാമത് റോമ സാമ്രാജ്യം, 5 ജനാധിപത്യം. ഈ ഒരു സാമ്രാജ്യങ്ങൾ വരികയാണ് 2-44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു സാമ്രാജ്യം, ഒരു രാജാവ് നീതിയോടെ വാഴുന്ന ഒരു സാമ്രാജ്യം, ഒരുപാട് നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. മറ്റൊരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കില്ല. അതായത് ആ ബിംബത്തിന്റെ കാലിൽ ഒരു കല്ല് വന്നടിച്ചിട്ട് ആ കല്ല് എന്തായി മാറുകയാണ്? മഹാപർവതമായി മാറുകയാണ്. അതായത് ഭൂലോകത്തിൽ നിറയുന്നൊരു സാമ്രാജ്യം, ഭൂലോകം നിറയുന്ന മഹാപർവതം പോലെ ഭൂലോകത്തിൽ നിറയുന്നൊരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യമാണ് ഏത്? ദൈവത്തിന്റെ സാമ്രാജ്യം. അതായത് ഈ രാജാക്കന്മാരുടെ കാലത്ത് ഇതെല്ലാം വന്നിട്ടുണ്ട്. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം കഴിയുമ്പോൾ അതിനുശേഷം വന്നിട്ടുണ്ട് ഒരു സ്വർഗത്തിൽ നിന്നൊരു കല്ല്. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? കൈ തൊടാത്തൊരു കല്ല്, കൈ തൊടാത്തൊരു കല്ല്, ഒരു മനുഷ്യന്റെ കൈ തൊടാത്തൊരു കല്ല്, ഉയരത്തിൽ നിന്നൊരു കല്ല് ഭൂമിയിലേക്ക് വരും. ഹല്ലേലൂയ! അത് ഭൂമിയിലെ സാമ്രാജ്യങ്ങളെ അടിച്ച് തകർത്ത് കളത്തിലെ പതിര് പോലെ നിലത്തിലെ പൊടി പോലെ പാരച്ചുകൊണ്ട് ഈ ഭൂരാജ്യത്വങ്ങളെല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് ഒരു നാളെ നശിച്ചു പോകാത്ത നിത്യ രാജ്യത്തെ സ്ഥാപിക്കും.